ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മൗറീഷ്യസിലെ നോർത്ത് ടൂറിലേക്കോട്ട് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നോർത്ത് ടൂർ എന്ന് പറയുമ്പം മൗറീഷ്യസ് നോർത്ത്, അതായത് പോർട്ട് ലൂയി, ഗ്രാൻഡ് ബേ സൈഡ്, അങ്ങനത്തെ ഏരിയയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിൽ നമ്മൾ സൗത്ത് ടൂർ ചെയ്തു, അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നോർത്ത് ടൂർ ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നു. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാർട്ട് ഓഫ് ഗ്രൂപ്പ് ടൂർ ആയിരുന്നു. അതായത് പുള്ളിക്കാരനായിരുന്നു ഞങ്ങളെ കഴിഞ്ഞ 2 ടൂറിനകത്ത് ഡ്രൈവറായിരുന്നു നമ്മളെ കൊണ്ടുപോയത്, അതായത് സൗത്ത് ടൂറും ഇല സർഫും ഒക്കെ. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂടെ ഗ്രൂപ്പിൽ നമ്മുടെ അടുത്തടുത്തുള്ള വേറെ കപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും വന്നില്ല. നമ്മളെല്ലാവരും ആക്ച്വലി ഒരു ബോണ്ട് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല ഒരു ട്രിപ്പും ടൂറും ഒക്കെ ആയിട്ട് ഡ്രൈവറിന് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല സെറ്റ് ഡ്രൈവറായിരുന്നു. അപ്പം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരെന്തോ കാരണത്താൽ അവർ വന്നിട്ടില്ല. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ഫുൾ ഗ്രൂപ്പ് ടൂറിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു പ്രൈവറ്റ് ടൂറായിട്ട് തന്നെ ഇതൊരു മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ പതുക്കെ കാണിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ നേരങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഹാൻഡിക്രാഫ്റ്റ് സ്റ്റോറിലാണ് വന്നിരിക്കുന്നത്. സുവനിയേഴ്സ് ഒക്കെ അവർ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡയമണ്ടും ഷിപ്പും ഒക്കെ. നമ്മൾ പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് ഇച്ചിരി കൂടെ കാണേണ്ട സ്ഥലങ്ങൾ. ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഷോപ്പിംഗ് വല്ലതും നടത്താൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറ്റിയ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസിലോട്ട് പോകും. പക്ഷെ നമുക്ക് നോക്കാം ഹാൻഡിക്രാഫ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്, അല്ലേ? ഇതാണ് ഹാൻഡിക്രാഫ്റ്റ് ഷോറൂം. ബാഗൊക്കെ ഉണ്ട്, ടോട്ട് ബാഗൊക്കെ വേണമെങ്കിൽ. Hello, good morning. Hello, good. ഇതാ PP മാതിരി ഏതാണ്ട് വളരെ മാഗ്നറ്റ്സ്. As you in the shop, it's a typical crafted shop. Okay. As you can see in Mauritius, we're still working with the sugarcane leaf, the banana trunk, the coconut. We work all these, like the bag, the colorful bag, the table mats, the posters. We have some purse, some hat, all made with sugarcane leaves. Okay. And also we have here our coconut shell. Inside we work with the knot. Even we have our leaves product, some albums, some photo frame. Okay, if you need help, we'll be around helping you. Thank you. Thank you. ഡിഫറെന്റ് പക്ഷെ റബ്ബറിൻ്റെ ഇത് കണ്ടിരുന്നോ? മണലൊക്കെ ആയിട്ട് മണല്ല. ഓ ഇതും കൊള്ളാട്ടോ. ഇതാ കണ്ടത്, ഡോഡോ ഉണ്ട്. നല്ലുണ്ട്. ഞങ്ങളപ്പം ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇവിടെ UPI പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ UPI ആക്ടിവേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ പേയ്മെൻറ്റും ചെയ്യാം. ഫസ്റ്റ് ടൈം അല്ലേ നമ്മളിങ്ങനെ? ഫസ്റ്റ് ടൈം നമുക്ക് ഇവിടെ ഔട്ട്സൈഡ് ഉണ്ട് UPI പേയ്മെൻറ്റ്. ഞങ്ങളപ്പം രണ്ടാമത്തെ ലൊക്കേഷനിലേക്കോട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ നോർത്ത് ടൂറിൻ്റെ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫോർട്ടാണ്. സിറ്റഡൽ ഫോർട്ട്, മൗറീഷ്യസിലെ ഫോർട്ടാണ് ഇത് കേട്ടോ. അപ്പം പണ്ടത്തെ കാലത്ത് മോസ്റ്റ്ലി ഇത് ഇവിടെ വെച്ചായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഫുള്ള് മൗറീഷ്യൻ പോർട്ടിനെയൊക്കെ. ഫുള്ള് മൗണ്ടൈന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന സ്ഥലമാണ്. നമുക്കവിടെ കാണാം. നേരത്തെ വരുന്ന വഴിക്ക് ടാങ്കറുണ്ട്. ആ ടാങ്കർ ഇതുകൊണ്ട് അവിടെ ഉണ്ട്. ഫോർട്ട് അവിടെ ഉണ്ട്. ഇതാണ് ഫോർട്ട്. നല്ല രസമുണ്ട്. ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രിയിൽ കാണാൻ ഇതിനെക്കാട്ടി നല്ല ഭംഗിയാന്ന് പറഞ്ഞു, രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ. അത് കാണുന്ന റേസ് കോഴ്സാണ് കേട്ടോ. അതാണ് റേസ് കോഴ്സ്. അത് ചുറ്റും റേസ് കോഴ്സാണ്. ഇതാണ് എൻട്രൻസ് കേട്ടോ.
പക്ഷെ നമ്മുടെ നാട്ടിലെ ഫോർട്ടിനേക്കാളും ഡിഫറെന്റ് തന്നെയാ. ഇതൊരു എന്താ പറയുന്നത്, പണ്ട് മൗറീഷ്യസിലെ ഇത് വെച്ചിട്ടായിരുന്നു, തോപ്പ് വെച്ചിട്ടായിരുന്നു അവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു മെമ്മറി, റെമിനിസൻസ് എന്താണെങ്കിലും പറയാം. ഇതൊക്കെ പുതുക്കി പണിത പോലെ ആയിരിക്കും. ഇതൊക്കെ ഇച്ചിരി അവർ റിസ്റ്റോർ ഒക്കെ ചെയ്ത് കാണും. കംപ്ലീറ്റ് ഫോർട്ടിൻ്റെ വ്യൂ. ഇപ്പുറത്ത് ഇവിടെ ഫോർട്ട്, അവിടെ ബിൽഡിങ്സ്. പണ്ട് ഇതുണ്ടായി കാണില്ല. പണ്ട് ഈ കുന്നും എത്രയേ ഉള്ളൂ. പിന്നെ ആക്രമിക്കാൻ വരുന്നവർ കുന്ന് കടന്നിട്ട് വരണ്ടേ, അല്ലെങ്കിൽ കടലിലൂടെ വരണം. കടലിലൂടെ ആയിരിക്കും വരും. ഞങ്ങളപ്പം നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് അപ്രവാസി ഘാട്ട് എന്നാണ്. ഇത് ആക്ച്വലി ഒരു വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പം ഇവിടെ വെച്ചാണ് സ്ലേവ്സിൻ്റെ ട്രേഡിങ്ങും പിന്നെ സ്ലേവ്സിനെ വച്ച രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരു സെൻട്രൽ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പം നമുക്കിതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. നമ്മൾ മാത്രമേ ഉള്ളൂ ട്രിപ്പിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, ഏത് ലൊക്കേഷൻ വേണമെങ്കിലും പോകാം. ഞങ്ങൾ ഇതിന്ന് ഈ നോർത്ത് ടൂറിലുള്ള 2-3 ലൊക്കേഷൻസ് ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് 1-2 ലൊക്കേഷൻസ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ലക്കിനുമായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നാൽ ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ പോകുമ്പോൾ തന്നെ ഇത് സമയം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മൺഡേ ടു ഫ്രൈഡേ 9 തൊട്ട് 4, സാറ്റർഡേ 9 തൊട്ട് 12 വരെ ഉള്ളൂ. സൺഡേ ക്ലോസ്ഡ് ആണ്, പബ്ലിക് ഹോളിഡേയും ക്ലോസ്ഡ് ആണ്. എൻട്രൻസ് ആണ്, എൻട്രൻസ് ഫ്രീ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കയറി പോകാം. നമ്മളിങ്ങനെ പോകുന്നു. അപ്പുറത്ത് പോർട്ടാണ്. എന്താണെന്ന് വെച്ചാൽ സ്ലേവ്സിനെ കൊണ്ടുവരുമ്പോൾ അവർ കൂടുതൽ പൈസ ഒന്നും ചിലവാക്കാതെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംഗതിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടി. ഫോർട്ടൊന്നും അടുത്ത് തന്നെയാ അല്ലേ? ഫോർട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ഫോർട്ട് അവിടെ മുകളിൽ. ഫോർട്ടിലാണ് ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. മദ്രാസിൽ നിന്നും മസ്കറ്റിൽ നിന്നും ബോംബെയിൽ നിന്നും കൂടലൂരിൽ നിന്നൊക്കെ സുഷമ സ്വരാജ്, ശ്രീമതി സുഷമ സ്വരാജ്, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യൻ ഓവർസീസ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, who came aboard Atlas 1834. എന്നുവെച്ചാൽ ആ ഷിപ്പിൻ്റെ മരിച്ച ആൾക്കാരുടെ 36 പേര് അതുകൊണ്ട് ലേബറേഴ്സ് 36 ലേബറേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഷിപ്പിൽ നിന്ന് എടുത്ത 1843. അപ്പം ഇവിടെ എൻട്രൻസിൽ അതായത് 4 സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഏരിയ പോകുന്നു, എന്നിട്ട് തേർഡ് ഏരിയ, ഫോർത്ത് ഏരിയ, ഫിഫ്ത്ത് ഏരിയ, സിക്സ്ത് ഏരിയ, സെവൻത്ത് ഏരിയ, എയ്ത്ത് ഏരിയ, നയൻത്ത് ഏരിയ, ഇത്രയുണ്ട്. അപ്പം ഇപ്പോൾ എൻട്രൻസ് എന്നിട്ട് അപ്രവാസി ഘാട്ട്, ഗ്രേറ്റ് എക്സ്പെരിമെന്റ്, വോയേജ്, ലൈഫ് അറൗണ്ട് ഇതിനകത്ത് തന്നെ ഇൻഡെൻചർ, ഇമിഗ്രേഷൻ ഡിപ്പോ, ലെഗസി ഓഫ് ഇൻഡെൻചർ, ഷോപ്പ്. അവരൊക്കെയാണ് അന്ന് വന്ന ആൾക്കാർ. ഇങ്ങനെ ബോട്ടിനകത്തിരുന്നത്. അവരിങ്ങനെ ബോട്ടിനകത്ത് താഴെ സാധനങ്ങളും കുപ്പിയും ചൈനയും ഗ്ലാസസും പിന്നെ വീറ്റും അത് ഇതും പിന്നെ അവരിവിടെ കിടന്നുകൊണ്ടിരുന്നത്. ചാക്കും സ്റ്റവും. ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്?
ഇത് മോസ്റ്റ്ലി അവർ വന്നപ്പം ഇത് ഒറിജിനൽ ഘാട്ട്. പക്ഷേ ഇങ്ങനായിരുന്നു വന്നപ്പം സ്ഥലം, റോഡിന്ന് കല്ലൊക്കെ ഇങ്ങനെ. ഷിപ്പിന്റെ രൂപം വെച്ച് ഇത് അന്നത്തെ എല്ലാം പൊട്ടിയ ഇതിൻ്റെയൊക്കെ ഇതുണ്ടോ, ഇത് അവർ ഡിഗ് ചെയ്തപ്പം കിട്ടിയ സ്ഥലങ്ങളാണ്. മനസ്സിലായോ? ഡിഗ് ചെയ്തപ്പം ഉണ്ട് ക്ലേ കിട്ടിയ മനുഷ്യൻ്റെ എല്ലി അസ്ഥികൂടം, ആരണ്ടൊക്കെ മരിച്ചതിൻ്റെ. ഇവിടെ തന്നെ ഡിഗ് ചെയ്തപ്പോൾ കിട്ടിയായിരിക്കും. ഇവിടെ തന്നെ ഡിഗ് ചെയ്ത് ഇതിനെ റെനോവേറ്റ് ചെയ്തിട്ട് അവരിത് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല, അവിടെ ഇങ്ങനെ അരിഞ്ഞിരുന്നത് അതിനെല്ലാം റെനോവേറ്റ് ചെയ്ത് വെച്ചതാണ്. അല്ല മസ്തി കൂടെ മരിച്ചതിൻ്റെ ഒക്കെ ഡെഡ് ബോഡീൻ്റെ ഒക്കെ അന്നത്തെ കുപ്പിയും ക്ലേ പോട്ടറിയൊക്കെ. കൂടലൂരാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് മദ്രാസ്, കരിക്കല്, പോണ്ടിച്ചേരി, കൊച്ചി, അവിടെ കൽക്കട്ട, ഇവിടുന്നൊക്കെയാണ് കൊണ്ടുവന്നല്ലേ? കൊണ്ടുവന്നത്. ബോംബെ. ഇത് ഏതാ? കോറിംഗ ആരുടെ? വെസ്റ്റ് ബംഗാളായിരിക്കും അത്. കാൽക്കട്ട. വെസ്റ്റ് ബംഗാളല്ല, കാൽക്കട്ട, മക്കാവ്, സിംഗപ്പൂർ, പെനാങ്, ഫുള്ള് കോംപ്ലക്സ്. ഇതാണോ ഫോർട്ട്? ഇതിനകത്താണ് അവരെ ആദ്യം കൊണ്ടുവരുന്നത്. ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെ ആദ്യം കൊണ്ടുവരുന്നത് ഇതിനകത്തോട്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇതിനകത്താണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇതിനകത്ത്. ഇവിടെ ഇതുപോലത്തെ ആയിരിക്കും കുടിലിനകത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. മണ്ണും ഓലയും വെച്ചുണ്ടാക്കിയതാ. എന്തെങ്കിലും തുണി, അടുക്കള. അമിതാഭ് ബച്ചന്, ദീപിക പടുക്കോന്. ഞങ്ങളെപ്പോഴുണ്ടല്ലോ ഈ ലാ പവീലിയൻ മോളിൽ വന്നിരിക്കുക. നമ്മൾ നേരത്തെ അപ്രവാസി ഘാട്ട് കഴിഞ്ഞു, ഇപ്പം നമ്മൾ ലാ പവീലിയൻ മോളിൽ അവർ കൊണ്ടുവിട്ടു. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ്. ഇവിടെയാണ് ഈ അംബ്രല്ല മോൾ. എനിക്കൊന്ന് അംബ്രല്ലേൻ്റെ ഇവിടെ അല്ല, അത് നെക്സ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇതൊരു മോളാ. നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു മോളാ. ടൈം അവൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം എടുക്കാന്നാ. കാരണം ഇതിൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നോക്കട്ടെ, നമുക്ക് ആ ഇത് കഴിഞ്ഞിട്ട് വേറെ 2 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിന്ന് കവർ ചെയ്യണം. അതിനനുസരിച്ചിട്ട് നമ്മൾ തിരിച്ചു വരാനാ പ്ലാൻ. അപ്പം നമുക്ക് നോക്കാം ഇവിടെ ലാ പവീലിയൻ മോൾ എന്തോ ഉള്ളതെന്ന്.
നമ്മളിപ്പോൾ ഇവിടെ മോറീഷ്യസിലെ അംബ്രേല സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ.